ഇൻകം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അവരുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് എത്തുകയാണ്. കാരണം നമ്മൾ വൺസ് ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ട്രാപ്പാണ്. അതിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഹായ്, ഐ എം അബ്ദുൽ അസീസ് ഫ്രം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഇന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ്റെ ജോലി പ്രവേശനവും അവരുടെ എക്സ്പെൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 20 മുതൽ 25 വയസ്സിനകത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ ജോലി കിട്ടുന്നുണ്ട്. ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും അതുമല്ലെങ്കിൽ അതുപോലെ IT കമ്പനീസിലോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസിലോ FMCGയിലോ ഒക്കെ നല്ല രീതിയിൽ നല്ല ശമ്പളത്തിൽ തന്നെ ആദ്യം തന്നെ കയറുകയാണ്. ഏകദേശം സ്റ്റാർട്ടിങ് തന്നെ 20,000 30,000 സാലറിയും ജോലി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ കയറുമ്പോൾ അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം അവർക്ക് കമ്മിറ്റഡ് എക്സ്പെൻസ് ഇല്ല. അപ്പം നമ്മൾ അവിടെ താമസിക്കുന്ന ആ സിറ്റിയുടെ താമസത്തിൻ്റെ എക്സ്പെൻസ്, ഫുഡിൻ്റെ എക്സ്പെൻസ്, ഡേ ടു ഡേ എക്സ്പെൻസ് അത് മാത്രം നമ്മൾ മീറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം നമ്മൾ കൈനിറച്ച് കാശ് വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വില കൂടിയ ഫോണുകൾ വാങ്ങിക്കുകയാണ്. താമസം വളരെ ഹൈഫൈ താമസങ്ങളിലേക്ക് മാറുകയാണ്. ഫുഡൊക്കെ വളരെ വലിയ ഫുഡുകളിലേക്ക് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കയറുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊരു എക്സ്പെൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എത്ര വരുമാനം കിട്ടുന്നുണ്ടോ അതിൻ്റെ വരുമാനത്തിൻ്റെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് 50% നമ്മൾ സേവിങ്ങിലോട്ട് മാറ്റുക. 50% ഓഫ് യുവർ സാലറി ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു സേവിങ്സ്. സേവിങ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ സേവിങ് ആയിട്ട് ബാങ്കിൽ കൊണ്ടിട്ടാൽ നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. മറിച്ച് നമുക്ക് ഇപ്പം എക്സാമ്പിൾ നിങ്ങൾ ഒരു 20,000 സാലറി ഉള്ള ഒരാളാണ്. അതിൻ്റെ 10,000 എല്ലാ മാസവും നമ്മൾ ബാങ്കിൽ കൊണ്ടിടുകയാണെന്ന് വെച്ചോളൂ. ആ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ എണ്ണാൻ കാശുണ്ടാവും, കുറച്ച് കാശുണ്ടാവും തീർച്ചയായിട്ടും, അതിൻ്റെ സേവിങ്ങിൻ്റെ ഒരു പൈസ ഉണ്ടാവും. പക്ഷേ നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല, പൈസ വെച്ചുള്ള വളർച്ച ഉണ്ടാവില്ല. അതിന് നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മളൊരു മിനിമം 10% നമുക്ക് വളർച്ച കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ സേവിങ് കം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. നമ്മൾ കാശുണ്ടാക്കുന്നു, ഒരു സൈഡ് നമ്മൾ സാലറിയോ അല്ലെങ്കിൽ വേറെ വരുമാന മാർഗത്തിലോട്ട് കാശുണ്ടാക്കുന്നു, വേറൊരു സൈഡ് നമ്മളൊരു 50% നമുക്ക് വേണ്ടി അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാശ് നമുക്ക് വേണ്ടി വേറെ കാശുണ്ടാക്കി കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെന്റിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ. ഒരു മിനിമം നമുക്കൊരു 10% റിട്ടേൺ തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 25 ഇയേഴ്സിൽ ജോലിയിൽ പ്രവേശിച്ചു എന്ന് വിചാരിക്കാം. താങ്കളുടെ ഒരു 50% സാലറി എത്രയാണോ കിട്ടുന്നത്, ഇൻക്രിമെന്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ എല്ലാത്തിൻ്റെയും 50% നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു കോമ്പൗണ്ടിങ്ങിൽ വന്ന് അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറുകയും നമുക്കൊരു 20 ഇയേഴ്സ് കൊണ്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എത്തുകയും ചെയ്യാൻ പറ്റും. നമ്മുടെ ഒക്കെ ഒരു വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിൽ പഠിക്കുകയാണ്, 10ാം ക്ലാസ് എത്തി, 12ാം ക്ലാസ് എത്തി, കോളേജിൽ എത്തി, പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തി, എവിടെയും തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ചോ നമ്മൾ എങ്ങനെ പൈസ കൈകാര്യം ചെയ്യണം എന്നുള്ളതെക്കുറിച്ചോ നമുക്കൊരു അവയർനെസ് കിട്ടുന്നില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം ടെക്നോ പാർക്കായാലും ഇൻഫോ പാർക്കായാലും അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലായാലും അല്ലെങ്കിൽ US-ലായാലും എവിടെ പോയാലും നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അവരുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് എത്തുകയാണ്. കാരണം ക്രെഡിറ്റ് കാർഡിൻ്റെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഏറ്റവും വലിയ ഏരിയയാണ് യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ വൺസ് ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ട്രാപ്പാണ്. അതിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ വാട്ട് വി ഹാവ് ടു ഡു, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എത്രയാണോ സാലറി, ആ സാലറിയുടെ 50% നമ്മൾ സേവിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആ സേവിങ് എന്ന് പറയുന്നത് വെറുതെ ബാങ്കോ റെക്കറിങ് ഡെപ്പോസിറ്റോ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു നല്ലൊരു 10% മിനിമം റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ട് പോലത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു 45 ഇയേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡമിലേക്ക് എത്താൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം. താങ്ക് യു സോ മച്ച്. Mutual fund investments are subject to market risk. Read all scheme-related documents carefully.